ഹായ് ഫ്രണ്ട്സ്, സുഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വളരെ വിഷമമുള്ളൊരു കാര്യം പറയാനാണ് ഇന്ന് ഞാൻ രാവിലെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഇന്നലെ ഞങ്ങളുടെ ഒരു പള്ളിയുടെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്, അതായത് കുന്നത്തുകാൽ സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഞ്ചവിളാകം എന്ന സ്ഥലത്ത് വെച്ച് ഞാൻ ഓരോ യാത്ര ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ അപകടകരമായ രീതിയിൽ ഒരു തെരുവ് നായ്ക്കളെയും കാണാൻ ഇടവരരുത്. കാരണം യാത്രക്കിടയിലാകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അടുത്ത് നമുക്ക് ചിലപ്പോൾ അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാനോ മരുന്ന് വാങ്ങിക്കൊടുക്കാനോ ഒന്നും കടകൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ഒരു നാട്ടിൻപുറമാണ് ഈ മഞ്ചവിളാകം എന്ന സ്ഥലം. അവിടെ വെച്ച് ഞാൻ ഇന്നലെ, അതായത് തലയുടെ കഴുത്തിൻ്റെ ആ ഭാഗത്ത് മേഘട്ടായ പുഴുവായ ഒരു നായ വളരെ അപകടാവസ്ഥയിൽ, അത് ആഹാരമൊന്നും കിട്ടാതെ വളരെ അവശനായിട്ട് എല്ലും തോലുമായിട്ട് ഇങ്ങനെ റോഡിലൂടെ ഓടുന്നു. മറ്റു പട്ടികൾ അതിനെ വിരട്ടി ഓടിക്കുന്നൊക്കെ ഒരു രംഗം ഞാൻ കണ്ടു. ഞങ്ങൾ വളരെ 7 മണിക്കുള്ളൊരു പ്രോഗ്രാമിന് ഞങ്ങൾ പൊയ്ക്കൊണ്ട് ഒരു 6:45 വരെ ആയി മഞ്ചവിളാകത്ത് എത്തിയപ്പോൾ. അപ്പോൾ അതിനെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. എന്നാലും ഞാൻ വണ്ടി നിർത്തി. എൻ്റെ കയ്യിലൊരു ഫംഗലിൻ്റെ ഗുളിക മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതെങ്കിലും കൊടുക്കാമെന്ന് കരുതി ഞാൻ ഇറങ്ങി. അതിനെ ഒരു പട്ടി ഓടിച്ച് ഞാൻ പുറകെ ഓടി ഫോളോ ചെയ്ത് ഞാൻ ആ ടാബ്ലറ്റ്സ് ഇട്ട് കൊടുത്തു. സാധാരണ ടാബ്ലറ്റ്സ് എല്ലാ പട്ടികളും എടുത്ത് കഴിക്കും, അതൊരു ടേസ്റ്റ് ഉള്ളതാണ്. പക്ഷേ ഈ പട്ടി അതും കഴിച്ചില്ല. അങ്ങനെ അപ്പം പ്രോഗ്രാമിന് സമയമുണ്ട്. എപ്പോഴും ഓരോ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ ഭർത്താവ് പറയും, എൻ്റെ വണ്ടിയുടെ പുറകെ കയറി എന്നിട്ട് നീ പട്ടികളെ കാണുമ്പോൾ റോഡിൽ ചാടി ഇറങ്ങി എൻ്റെ യാത്ര മുടക്കരുത്, ഇനി മേലെ എൻ്റെ വണ്ടി കയറി പോരുതെന്ന് സാധാരണ ഇങ്ങനെയുള്ള സംഭവം നടക്കുമ്പോഴൊക്കെ അദ്ദേഹം പറയും. അതുപോലെ തന്നെ ഇന്നലെയും അദ്ദേഹം പറഞ്ഞു. കാരണം ഞാൻ ഈ പട്ടിയെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അദ്ദേഹം എൻ്റെ ബാക്കിൽ വണ്ടിയും കൊണ്ട് വരേണ്ട ഒരവസ്ഥയായി. അപ്പോൾ നമ്മുടെ മനസ്സങ്ങനെ ആയിപ്പോയി. അപ്പോൾ എനിക്ക് പിന്നെ അദ്ദേഹം ദേഷ്യപ്പെട്ടു തുടങ്ങിയ പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റൂല. അങ്ങനെ ഞാൻ ഒരു ഹോട്ടലോ ഒന്നുമില്ല അതിന് ഇത്തിരി ഫുഡ് വാങ്ങിക്കൊടുക്കാൻ, ഒരു മെഡിക്കൽ ഷോപ്പില്ല, ഇല്ലെങ്കിൽ ഞാനൊരു നിയോമക്കിൻ്റെ ഗുളികയെങ്കിലും വാങ്ങിക്കൊടുക്കുമായിരുന്നു. അതും എന്നെക്കൊണ്ട് പറ്റിയില്ല. അങ്ങനെ ഞാൻ പോയി. പക്ഷേ എനിക്ക് ഇന്നലത്തെ ദിവസം ഉറങ്ങാനോ ആ പരിപാടിയിൽ ഇരിക്കുമ്പോൾ സന്തോഷിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. ഫുൾ എൻ്റെ മനസ്സിൽ ഈ പട്ടിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ മൃഗസ്നേഹിയെടുത്തും ഏകദേശം ആ മഞ്ചവിള ഭാഗത്ത് ആരെങ്കിലും മൃഗസ്നേഹികളായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കുന്നത്തുകാൽ പോകുന്ന വഴിക്ക് ആ മഞ്ചവിളാകം എന്നുള്ള ഭാഗത്ത് ഒരു വെള്ള മെയിൽ ഡോഗാണ്. കഴുത്ത് മുഴുവൻ വ്രണമായിട്ട് നടക്കുന്നു. ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ, എനിക്ക് വലിയ വ്യൂവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഒന്നുമില്ല, അതുകൊണ്ട് എൻ്റെ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. എങ്കിലും മനസാക്ഷിയുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു റെസ്ക്യൂ ചെയ്യുന്ന ആളിനോടോ ഡോഗ് ക്യാച്ചേഴ്സിനോടോ ഇതൊന്ന് എത്തിക്കാൻ പറ്റിയാൽ വളരെ ഉപകാരമായിരുന്നു. ആരെങ്കിലും അതിനെ ഒന്ന് സഹായിക്കാൻ എന്നെക്കൊണ്ട് ഇത്രേ ഇപ്പോൾ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആരെങ്കിലും അതിനൊരു ഹെൽപ്പ് കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇന്നലെ തന്നെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് അത്രയും ലോങ് ആയതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോയി ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്കിപ്പോൾ ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഫിനാൻഷ്യലി ആയിട്ടും ഈ റെസ്ക്യൂ ചെയ്ത് ഞാനൊരു വളരെ അപകടകരമായ അവസ്ഥയിൽ ഞാനിപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പറ്റുന്നവർ അതിന് ഒരു സഹായം കൊടുക്കണമേ എന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ പരിചയക്കാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ്.